അല്ല ഗൈസ്, നമ്മുടെ ഈ പറക്കുന്നിടയ്ക്ക് പോലെ എങ്ങോട്ടാണ് പോകുന്നതല്ല, നമ്മൾ പെരിന്തൽമണ്ണ വരെ പോകാട്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാൻ. അങ്ങനെ നമ്മൾ മഞ്ചേരി ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനമാണ് കൊടുക്കാനുള്ളത്. നമുക്ക് ആ ഒരു വീട്ടിലാണ് കൊടുക്കാനുള്ളത്. ഞങ്ങൾ അവിടെ കയറുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ കയറി വെള്ളം കുടിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്പൺ സ്റ്റുഡിയോക്ക് വന്നിട്ടോ. നമ്മൾ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 7 കിലോമീറ്റർ അടുത്ത് ഞങ്ങളിന്ന് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പേടും കാര്യങ്ങളൊക്കെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ അടിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊക്കെ പേടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ വിചാരിച്ചിട്ട് ഇവിടുത്തെ മുതലാളി നമുക്ക് ഈ സ്പോട്ടൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അതിന് ചുറ്റും ഞങ്ങൾ നടത്തി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ബാക്കിൽ കൊണ്ടുപോയി ഇങ്ങനത്തെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെഡിങ്ങിനും ബ്രൈഡ് ടു ബി അങ്ങനെ വെഡിങ് ബേസ് ചെയ്തിട്ട് എന്ത് പ്രോഗ്രാമിന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുള്ള സെറ്റപ്പായിട്ട് അവർ ചെയ്ത് നിൽക്കണേ. ആ കാണുന്നതാണ് കേട്ടോ മുതലാളി. ഒരു വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നത് അറിയുണ്ടാവും. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ എൻട്രി സ്പേസ്. ഇവിടുന്ന് ഞാനൊരു 2 ഫോട്ടോസ് എടുത്തിട്ടോ. എന്തായാലും ഉള്ളിലേക്കല്ലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പുറത്ത് നിന്നിട്ട് 2-3 ഫോട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടോ. സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടില്ല. ഇത് വെറുതെ ഒന്ന് എടുത്ത് നോക്കി പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടോ. പിന്നെ ഇവിടെ അടുത്ത വരുന്നവരൊന്നും വരെ എൻട്രി ചെയ്യില്ലാന്നിട്ട് പറഞ്ഞു. നമ്മൾ അത്രയും ലോങ്ങിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനെങ്കിലും പറ്റിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി സ്പേസ് ഇട്ടോ. അവിടെ കണ്ടത് ഓപ്പൺ സ്റ്റുഡിയോ എന്നുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുത്തെ പോകാട്ടെ. നമ്മൾ പിന്നെ ഒരു ലൊക്കേഷൻ ആയിട്ട് ഒരു ഫുഡിൻ്റെ സ്പോട്ട് തപ്പി പോകാട്ടെ ഗൈസ്. ഇതിന് മുമ്പ് നമ്മൾ പ്രൊമോഷൻ്റെ ഒരു വർക്കിനായിട്ട് വന്നപ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. അന്നത്തെ ഫുഡ് മസ്റ്റ് ട്രൈ ആയിരുന്നു. അങ്ങനെ ഗൈസ് ലൊക്കേഷൻ നോക്കി കുറേ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോന്നി നമ്മൾ ഈ സ്പോട്ടിലെത്തിയപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഒരു ഫീലായി. കാരണം ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ലൊക്കേഷൻ നോക്കി സഞ്ചരിച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. സത്യം പറയാൻ ഞങ്ങൾ ഇന്ന് സാധാരണ കെയർ ബേക്കറിൽ നിന്ന് ഷവായും കഴിച്ച് ഇന്നും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് കഴിക്കാനാണ് വിധി തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതെന്തോ ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ 1-1.5 മണിക്കൂറൊക്കെ സഞ്ചരിച്ച് പോകുന്നതിന് ശേഷം നമ്മളത് മഞ്ചേരിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ലോഡർ ഫ്രൈസിൻ്റെ കട സ്റ്റാൻഡിലൊന്നും ഉണ്ടായിരുന്നു. അതും അവിടെ സാധനം ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കയറിയിട്ട് ഒന്ന് ഷവർമ കഴിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവിടെ വരെ പോയി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോപ്പൊക്കെ കയറി ടോക്ക് ആൻഡ് ഫോസ് കയറി. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോഡർ ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ലോഡർ ഫ്രൈസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ക്ലോസ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നോക്കിക്കാണ്ട് ലോഡർ ഫ്രൈസും അതുപോലെ തന്നെ ഒരു കോക്കനട്ട് ഫലൂടി നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കോഴിക്കോട് നിന്ന് കഴിക്കണ അത്ര ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു നോർമലായിട്ടുള്ളൊരു ലോഡർ ഫ്രൈസ് എന്ന് പറയാനേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ കോക്കനറ്റ് ഫലൂഡ. രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇവിടുന്ന് കഴിച്ച് കുറേ നേരം അവിടെ തന്നെ റെസ്റ്റ് ചെയ്തിരിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനുണ്ട്. അതിനൊക്കെ ശേഷം നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിനി വാഷ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ നിന്ന് ഇറങ്ങാം കേട്ടോ കഴിച്ച്. അങ്ങനെ നമ്മളിവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിനി ഇറങ്ങാം കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കഴിച്ച്. ഇതാണ്ട് നമ്മൾ ഇന്ന് കഴിച്ച് ഫുഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. ബാക്കി പിന്നെ